ആദ്യം ചേരുന്നത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. നെല്ലിക്കാട്ടെ അബ്ദുൾ റസാക്കിനെതിരെയാണ് ഈ പെൺകുട്ടിയും അച്ഛനും കേസ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടായ ചില പീഡനങ്ങളും അതുമായി അനുബന്ധിച്ച വിഷയങ്ങളിലും അവർ പരാതിയുമായി വന്നിട്ടുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയുടെ അച്ഛന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ഇതിൽ എങ്ങനെയാണ് ഈ പോലീസ് ആദ്യഘട്ടങ്ങളിൽ നിങ്ങളോട് പെരുമാറിയത്? വാട്സപ്പ് വഴിയുള്ളൊരു സന്ദേശം കിട്ടി മുത്തലാഖിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 3 തലാഖ് ചൊല്ലി മകളെ ഉപേക്ഷിച്ചു എന്നൊരു ആൾ പറയുകയാണ്. ഈ പരാതിയുമായി പോലീസിലേക്ക് ചെന്നപ്പോൾ എന്തായിരുന്നു താങ്കൾക്കുണ്ടായ അനുഭവം? ആദ്യമായി ഞാൻ ന്യൂസ് 18 ചാനലിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. 5-6 ദിവസമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയുമായി ചെന്നിട്ട് മുനിയാന്ന് 4 ദിവസം മുന്നേ ഞങ്ങൾ പരാതിയുമായി ചെന്നപ്പോൾ 1-ാം തീയതി CI സർ വരാൻ പറയുകയും 1-ാം തീയതി വിളിച്ചിട്ട് ഫോൺ കോൾ ചെയ്തിട്ടാകുമ്പോൾ CI പറഞ്ഞു എനിക്ക് പനിയാണ്, നാളെ വന്നാൽ മതി എന്നാണ്. അങ്ങനെ ഇന്ന് ന്യൂസ് 18 ചാനലിന്റെ പ്രതിനിധി അടക്കം ബൈജു സർ അടക്കം പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് ഈ FIR ഇട്ടിട്ടുള്ളത്. അതിന് ഞങ്ങൾ ആദ്യമായി ന്യൂസ് 18 ചാനലിന് ഞങ്ങൾ ഇത് പ്രശ്നത്തിന് മുഴുവൻ സപ്പോർട്ടും ചെയ്ത ന്യൂസ് 18 ചാനലിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നു. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. അത് ന്യൂസ് 18 എന്നത് ഒരു വശത്ത്, മാത്രവുമല്ല അവിടെ കാസർഗോഡുള്ള എൻ്റെ അടുത്ത സുഹൃത്ത് KV ബൈജു എത്രയോ വർഷങ്ങളായി പത്രപ്രവർത്തന രംഗത്തുള്ള ആളാണ്. ഒരു 2.5-3 പതിറ്റാണ്ടോളം പത്രരംഗത്തുള്ള ബൈജു ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി നീതി ലഭ്യമാകും, ഉറപ്പാകും എന്ന വിശ്വാസമുണ്ടോ താങ്കൾക്ക്? ഞങ്ങൾക്ക് ന്യൂസ് 18 ചാനൽ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാ സമയത്തും ഞങ്ങൾക്ക് ബൈജു സർ വിളിച്ചുകൊണ്ടുണ്ട്, ഫോൺ കോൾ ഇട്ട് എല്ലാ സമയത്തും ഉണ്ട്. പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് CI എടുക്കുന്നില്ലെങ്കിൽ SP-യുമായി സംസാരിച്ചിട്ടെങ്കിലും ഞങ്ങൾ ഇതിന് നീതി വാങ്ങിത്തരുമെന്നാണ് ബൈജു സർ ഞങ്ങളോട് പറഞ്ഞത്. യെസ്, ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പെൺകുട്ടി സ്വാഭാവികമായി ദുഃഖത്തിലായിരിക്കുമല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അതിനുശേഷം അവർക്ക് ഇപ്പോൾ ഈ വിഷയം പോലീസ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ പോലീസ് ഇത് അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായോ? എന്താണ് അത് സംബന്ധിച്ച് തോന്നിയത്? തീർച്ചയായും ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാ പരിരക്ഷയും നൽകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. യെസ്, ഇതിന് ശേഷം ഈ കേസ് പുറത്തു വന്നതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടുകാരോ ആരെങ്കിലും ബന്ധപ്പെടുകയോ കേസിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയോ അങ്ങനെ വല്ലതും ചെയ്തോ? ഇല്ല, ചെയ്തില്ല സർ. ഏതായാലും ശക്തമായി തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? തീർച്ചയായും ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ. അതിന് നിങ്ങളുടെ ചാനലുകാരുടെ പൂർണ്ണ പിന്തുണ തരണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. യെസ്, ഏതായാലും വളരെ നന്ദി ന്യൂസ് 18 ഈ പ്രതികരണങ്ങൾ നൽകിയതിന്.